ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രേസ് ഓഫ് വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് നമ്മുടെ വജ്രായുധവും കൊണ്ട് നമ്മളൊന്ന് ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇരിക്കുന്നത് പ്രെഡേറ്ററിൻ്റെ റീലും ലുക്കാനയുടെ റോഡുമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ തന്നെയാണ്. നമുക്ക് നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. നമ്മൾ മാക്സിമം കാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ മീൻ അടിക്കുന്ന ഇത്തിരി ഇപ്പോൾ പതിവായിട്ട് കുറവാണ്. ഇടയ്ക്ക് നമുക്ക് നല്ല രീതിക്ക് കിട്ടിക്കൊണ്ടുവന്നാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്തിരി കുറവാണ്, വളരെ കുറവാണ്. അങ്ങനെ ഇന്ന് നമ്മൾ രണ്ടും കൽപ്പിച്ച് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. കാരണം വെച്ചാൽ നമുക്ക് ലീവാണ്. അങ്ങനെ ലീവ് ആയതുകൊണ്ട് നമ്മൾ കുറേ സമയം നിൽക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് വന്ന് ഫസ്റ്റ് അടി തന്നെ അടിച്ചു നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കാസ്റ്റിങ്ങിനെ നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്കൊന്നും സ്ട്രൈക്കൊന്നും കിട്ടുന്നില്ല. അപ്പോഴേ നമ്മൾ മനസ്സ് മടിച്ചാണ് നിന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഷേക്ക് ചെയ്തൊക്കെ നോക്കി. പക്ഷേ എന്നിട്ടും ഒരു രക്ഷയില്ല, അടിക്കുന്നില്ല. എന്തായാലും ഒരെണ്ണത്തിനെങ്കിലും പിടിച്ചിട്ടേ നമുക്കൊന്ന് ചൂണ്ടയും കൊണ്ട് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ള വാശിപ്പുറത്തായി. നമ്മൾ അടിച്ചിട്ടിച്ച് ഇന്ന് എടുക്കും എന്നുള്ള വാശിക്ക് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ മാക്സിമം കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്നർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സ്പിന്നർ ആകുമ്പോൾ നല്ല ഹൂക്കപ്പ് ആവുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് മാറി നമ്മൾ കുറച്ചുകൂടെ സ്പോട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിന്നിടത്തുനിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കി. കാരണം വെച്ചാൽ ഇവിടെ ചെറിയൊരു വരാൽ കിടന്ന് മറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊന്ന് ഇപ്പോൾ മാറി നോക്കിയതാണ്. അപ്പോൾ കറക്റ്റായിട്ട് മാറിയതിന് ഒരു ഉപയോഗം ഉണ്ടായി. കാരണം ഇപ്പോൾ കാണിച്ചു തരാം. അടുത്ത് എത്താറായി. നമ്മൾ ആ സൈഡ് വഴി ഇങ്ങനെ പിടിച്ച് ചെറുതായിട്ട് അടുത്ത് എത്താറായപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു അടി കിട്ടി. അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൂക്കപ്പ് തന്നെയായിരുന്നു. ജസ്റ്റ് ചെറിയൊരു 1/2 കിലോ സൈസ് വരുന്നൊരു ചെറിയൊരു നാടൻ ബ്രാലാണ് നമുക്കതിൽ അടിച്ച് കയറിയിരിക്കുന്നത്. അതിപ്പോൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഹൂക്കപ്പായിട്ടുണ്ട്. ചെറിയൊരു ഹൂക്കപ്പ് കൊടുത്ത് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. വലിയ ബലമൊന്നും കൊടുക്കാതെ തന്നെ അത് കയറി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു 1/2 കിലോയ്ക്കകത്തൊക്കെ വരുള്ളൂ. എന്തായാലും നാടൻ വരാലല്ലേ, കിട്ടിയതല്ലേ, ഫസ്റ്റ് കിട്ടിയതല്ലേ, കളയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ എടുത്ത് സഞ്ചിയിലോട്ടാക്കിയിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല സ്പോട്ട് തന്നെയാണ്. പക്ഷേ ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടുകയില്ല, കിട്ടിയ എന്ന വാരിക്കൊരു തരുകയും ചെയ്യും. നമ്മൾ കുറേ നേരം നിന്നിട്ട് നമുക്കൊന്നും നടന്നില്ല. നമ്മൾ ഒരു 6 മണി 5:30 ആയപ്പോൾ വന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ വന്ന് അടുത്ത സ്പോട്ടിലെത്തി. കാസ്റ്റ് ചെയ്യേണ്ട താമസം അടിച്ചു ഒരു നല്ല ചെയർ, അടിപൊളി ചെയറാണ് അടിച്ചിരിക്കുന്നത്. നല്ല ഫൈറ്റും ഉണ്ട്. നമ്മളതിനെ എടുത്തിങ്ങനെ കൊണ്ടുപോയി പില്ലിനിടെ കയറ്റണ്ട എന്നുള്ള രീതിക്കാണ് പിടിച്ച് നല്ല രീതിക്ക് കളിപ്പിച്ചെടുക്കാൻ നോക്കി. സംഭവം വേറൊന്നുമല്ല, സ്പിന്നർ ആയതുകൊണ്ട് ഹൂക്ക് ചെറുതാണ്. ചിലപ്പോൾ നല്ല ഹൂക്കപ്പ് കൊടുത്തില്ലെങ്കിൽ, 2 പ്രാവശ്യം ഹൂക്കപ്പ് കൊടുത്തില്ലെങ്കിൽ ഹൂക്ക് കൊളുത്ത് വീഴാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആളിനെ ഇനി എടുത്ത് കയറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന മീൻ. അത്യാവശ്യം സൈസുള്ള ചെയർ തന്നെയാണ്. എങ്ങനെയായാലും 1 കിലോയ്ക്ക് 1 kg എബോ വരാനുള്ള സാധ്യത. അത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ചെസ്റ്റ് ബെൽറ്റിലായതുകൊണ്ടാണ്, ഇത്രയും ദൂരെ നിൽക്കുന്നതുകൊണ്ടാണ് മീനിനെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്നൊരു ചേട്ടനെ വിളിച്ചിട്ട് ഒന്ന് ക്യാമറ ഒന്ന് കൊടുത്തിട്ട് കേട്ടോ ഒരു വീഡിയോ എടുത്തിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി എടുത്തപ്പോഴത്തേക്ക് ഇതാണ് സംഭവം. ഹൂക്കപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൂക്കപ്പ്. സംഭവം അങ്ങ് വായിക്കാകത്തായിപ്പോയി. ഇനി എങ്ങനെ എടുക്കുമെന്നുള്ള ടാസ്ക്കാണ്. സംഭവം എങ്ങനെയെങ്കിലും എടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിക്കായി. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണുന്നതുകൊണ്ടാണ് ആ മീനിൻ്റെ ഹൂക്കപ്പ് കണ്ടോ. സ്പിന്നറിൻ്റെ ഏറ്റവും നല്ലൊരു ഉപയോഗം ഇതാണ്. കറക്റ്റ് പെട്ടെന്ന് വിഴുങ്ങുകയും ചെയ്യും, നല്ല രീതിക്ക് ഹൂക്കപ്പാവുകയും ചെയ്യും. മീൻ മിസ്സാവാൻ ചാൻസ് കുറവാണ്. അങ്ങനെ അതിന് നമ്മൾ ഒരു സഞ്ചിയിലിടിച്ച് അടുത്ത ആളിന് നമ്മൾ നോട്ടയിട്ടു. ഇപ്പോൾ ഇവിടെ മറിയുന്നത് കണ്ടു. നാടൻ വരാലാണ് ഇതിനിടയ്ക്ക് കൂടുതൽ നിൽക്കാറ്. അങ്ങനെ അതിനെ നോക്കി വന്ന് നമ്മളൊരു എറിഞ്ഞ് എടുത്തു. അടുത്ത തറയപ്പോൾ ചെറിയൊരു സ്ട്രൈക്ക് തന്നു. ആ ഒറ്റ സ്ട്രൈക്കിന് തന്നെ കൊടുത്തു നല്ലൊരു ഹൂക്കപ്പ്. ആ കിടന്ന് പിടയ്ക്കണണ്ട. ഇനി നമുക്ക് അതിനെ ഇനി എങ്ങനെയെങ്കിലും കളിപ്പിക്കാൻ പറ്റില്ല. അവിടെ പില്ലും പാറക്കെട്ട് ഇടിഞ്ഞതുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ മീൻ പോകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമ്മൾ ആശാനെ പൊക്കിയെടുത്ത് ആ കരയിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നാടൻ വരാൽ. ഇത്രയും വലുത് കിട്ടുന്നത് നമുക്ക് ആദ്യമായിട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ 1 കിലോയ്ക്ക് എന്തായാലും മുകളിൽ വരും. നാടൻ വരാലിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള ആവശ്യമില്ല. ആൾ സൈസ് കുറവാണെങ്കിലും പക്ഷേ നല്ല വെയിറ്റ് ആയിരിക്കും. ഈ വന്നിരിക്കുന്ന എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിടിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവർക്കൊരു ഹാപ്പിയാണ്. കാരണം വെച്ചാൽ അവർക്ക് മീൻ പിടിക്കുന്നത് കാണണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മളന്ന് രാവിലെ വന്നത്. ഒരു മീനെങ്കിലും കിട്ടണേ എന്ന് പറഞ്ഞ് വന്ന് വിഷമിച്ചിരുന്ന സമയത്ത് ഒന്നും കിട്ടായിരുന്ന സമയത്ത് കിടക്കുന്ന 3 എണ്ണം പെടല സാധനങ്ങൾ. എന്തായാലും ഇത് നമുക്ക് ഒരു ചേട്ടന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. ഏകദേശം നമ്മളെ കൊണ്ട് തൂക്കി നോക്കിയപ്പോൾ 2.5 കിലോളം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളത് കൊടുത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. സംഭവം വേറൊന്നുമില്ല, വീട്ടിൽ ചെന്നപ്പോഴത്തേക്കാണ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ആഗ്രഹം ഒരു പുഴമീൻ തിന്നണമെന്നുള്ളതായിരുന്നു. നമുക്കിതിപ്പോൾ 3 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 പിന്നെന്താ പിടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ മുഴക്കിക്കൊണ്ട് വീണ്ടും ഞാൻ ഒരു റൗണ്ട് കൂടെ വന്നു നോക്കി. വന്നപ്പോൾ തന്നെ മീനിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടു തുടങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രോക്ക് എടുത്ത് എറിഞ്ഞു നോക്കി. ദൈവമേ നാറ്റിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എറിഞ്ഞ്. സംഭവം ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ദൈവം കാത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോഴത്തേക്ക് തന്നെ എറിഞ്ഞ ഫസ്റ്റ് സ്ട്രൈക്കിൽ തന്നെ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാം. ഫസ്റ്റ് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഹെവി സ്ട്രൈക്കായിരുന്നു. എന്തായാലും ഇന്ന് വന്നവർക്ക് വയറ് നിറച്ച് കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കി. ഒറ്റ പ്രാർത്ഥനകൾ. കാരണം വെച്ചാൽ ഈ സ്പിന്നറിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഡർ ലൈനിൻ്റെ അവിടെ വെച്ച് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന റിക്കിമാരിയുടെ ഫ്ലൂറോ കാർബണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്നാലും റിസ്ക് തന്നെയാണ്. അങ്ങനെ നമ്മളതിനെ ഇതിലോട്ട് കയറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പൊങ്ങി വരും ആശാൻ. അടിച്ച് കയറ്റി
എടുത്ത് പൊക്കി ഞാൻ എടുത്ത് കിടക്കുന്ന അടുത്ത ആൾ പോരെ, ഇത് പോരെ മച്ചാനെ. ഒരിക്കാൻ ചോദിച്ചപ്പോഴത്തേക്ക് കറി വയ്ക്കാനും കൂടെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ അവനെ പിടിച്ച് തൂക്കി കരയെ കയറ്റിയിട്ട് അത്രയ്ക്കും സൈസ് കാണുമായിരുന്നു. ഇത് തന്നെ ഏകദേശം എന്തായാലും ഒരു 1.5 കിലോ എന്തായാലും ഉറപ്പായിട്ട് ഷുവറായിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണിച്ചു തരാം. മച്ചാമാരെ, നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ട് ഉണ്ടായേ പറ്റുള്ളൂ. കാരണം നമ്മൾ പൈസ കൊടുത്ത് മോണിറ്റൈസേഷൻ ചെയ്യില്ല എന്നുള്ള വാശിപ്പുറത്ത് തന്നെയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോയ്ക്ക് പിന്നിലുള്ള കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ ആ കഷ്ടപ്പാടിന് വേണ്ടിയിട്ട് നമുക്കൊരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്, ഇത് മാത്രമാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. അപ്പോൾ ഹൂക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണ് ഹൂക്കപ്പ്. നമ്മൾ സംഭവം ഫ്രോഗിനെ കാണിച്ചു തരാം. ഫ്രോഗ് നല്ല രീതിക്ക് വായിക്കാത്ത വീങ്ങിയിട്ടുണ്ട്. ഈ ഫ്രോഗ് മേടിച്ചിലേക്ക് നമുക്ക് മുതലായിട്ടുണ്ട്. എന്തായാലും ഒരു 10-15 ചെയറോളം നമ്മൾ ഇവർ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്പിന്നർ നമുക്ക് മിസ്സായിട്ടുണ്ട്. ഇനി സ്പിന്നർ ഒന്നും കൂടെ മേടിച്ചിട്ട് അത് ഫ്രോഗ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, കറക്റ്റ് നല്ല സൂപ്പർ ഹൂക്കപ്പായിരുന്നു. നമുക്ക് അതിനെ ഇളക്കിയെടുത്തിട്ട് അടുത്ത ആളിനെ കൂടെ ഒന്ന് എറിഞ്ഞ് നോക്കണം. കാരണം വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ ഒതുക്കരുതല്ലോ. എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ളതായി. എന്നാലും അവിടെ ഒരു ചെറിയൊരു കളിയും ചിരിയൊക്കെ കാണുന്നുണ്ട് ചെയറിൻ്റെ. അപ്പം നമുക്ക് പോയി ഒന്ന് നോക്കി നോക്കി അവനെ കൂടെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും സന്തോഷം. നമ്മളത് അടിച്ച് ആ സൈഡാണ് കണ്ടത്, ഒരു നാടൻ പരാണ് കണ്ടിട്ടുള്ളത്. നമ്മളവനെ അടിച്ച് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ചെറിയൊരു അനക്കം കണ്ടാണ് നമ്മൾ എറിഞ്ഞ് ഒരു ഹൂക്കപ്പ് കൊടുത്തു. പതിയെ നമ്മളതിനെ വലിച്ച് ഇനി മുകളിലോട്ട് കയറ്റാനുള്ള ശ്രമമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ വരുന്ന സ്ഥലത്തെല്ലാം നല്ല കുരുക്ക് പായലുണ്ട്. ആ പായലിൽ ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളന്ന് ഊരിപ്പോകാൻ മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. ചെറിയ ഹൂക്കുകൾ ഒറ്റ ഹൂക്കേ കയറിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്. ചെറിയ മീനാണ് എന്തായാലും 1/2 കിലോ സൈസിനകത്തൊക്കെ വരുള്ളൂ എന്ന് തോന്നുന്നു. നോക്കട്ടെ, എടുത്ത് നോക്കി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും വലിയ സന്തോഷം. ആ കയറി വരുന്നുണ്ട്. ഇത് അടുത്തെത്തിയിട്ടുണ്ട്. ഇനി എന്നെ എടുത്ത് പൊക്കി തൂക്കി വയ്യ കരയിലോട്ട് എടുപ്പിക്കും. നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ടത്. ചെറിയ സൈസല്ല, ഏകദേശം 1 കിലോയ്ക്കകത്തൊക്കെ വരും. നാടൻ പരാലാണ് കേട്ടോ. നമ്മൾ അവനെ എടുത്ത് കയറ്റി ഇടിച്ചുണ്ട്. ഇതാണ് ഐറ്റം. അപ്പം നമ്മൾ പൊരിക്കാൻ ചോദിച്ചപ്പോൾ നമുക്ക് കറി വയ്ക്കാനും കൂടെ തന്നല്ലോ. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. കിട്ടിയപ്പോൾ തന്നെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും ബൈ ഗേസ്, സീ യു.